ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 3 to 4 year old കിഡ്സിൻ്റെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. അത്യാവശ്യം ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഇതല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ബേസ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. ഇത് 3 to 4 year old കിഡ്സിൻ്റെ സൈഡ് ഷർട്ട് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഷോൾഡർ പോയിന്റ് കൊടുക്കുന്നത് 4.75 ഇഞ്ചാണ്. അതിനുശേഷം കഴുത്തിറക്കവും കഴുത്തകലവും രണ്ടും ഞാൻ 2.5 ഇഞ്ച് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്കിൽ ബാക്കിൽ സിബ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിന് എത്രയാണോ മെഷർമെൻറ്റ് കൊടുത്തത് അത് തന്നെയാണ് ഞാൻ കൈക്കുഴി, അതായത് ആം ഹോൾ ഡെപ്ത് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ചെറിയൊരു ചരിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് ഞാൻ താത്തി മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ കൈക്കുഴിയും മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഫ്രോക്കിന് നമ്മൾ പുറകിൽ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എത്രയാണോ ഷോൾഡറിന് എടുക്കുന്നത് അതിൽ നിന്നൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി കൈക്കുഴി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ സൈസാണ്. നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 എടുക്കുക. അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്താണ് നമ്മൾ ചെസ്റ്റ് സൈസ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ബോഡിയുടെ ലെങ്ത് ആണ്, അതൊരു 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് സൈസ് ആണ്. അത് വേസ്റ്റ് റൗണ്ടിൻ്റെ 4 എടുക്കുക. അതിനോടൊപ്പം 1/4 ഇഞ്ച് ലൂസ് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് 5.5 ഇഞ്ച് കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് മുകളിലോട്ട് നമ്മുടെ കൈക്കുഴിയിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കിട്ടി ഈ 2 പോയിന്റ് കണക്ട് ചെയ്താണ് നമ്മൾ ആം ഹോൾ കർവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കഴുത്ത് ഞാൻ ബാസ്ക്കറ്റ് സ്ക്വയർ നെക്ക് ഉണ്ടല്ലോ, സ്ക്വയർ നെക്ക് തന്നെ ഇച്ചിരി ചരിഞ്ഞു വരുന്ന പോലത്തെ അതേപോലെ ചെയ്യാനായിട്ട് നമ്മുടെ കഴുത്തിൽ നിന്ന് അകത്തോട്ടൊരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ടാണ് കഴുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഒരു ബോഡി, ഇതിപ്പോൾ ഫ്രണ്ട് ബോഡീസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ നമ്മൾ 3 ഈ ഒരു പാറ്റേൺ പേപ്പറിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ അങ്ങോട്ടും ഒരു 2.5 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 പോയിന്റും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പം നമുക്കിപ്പോൾ ഇവിടെ 2 പീസാക്കിയാണ് കിട്ടിയത്. 2 പാർട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലേ. ഇത് നമ്മളൊരു ക്ലോത്തിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തം 3 ഫാബ്രിക് വരും. അത് നിങ്ങൾക്ക് വഴിയെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ ബൗണ്ടറി ലൈൻസ് തന്നെ നമ്മളൊരു ട്രേസിംഗ് വീൽ വെച്ച് ട്രേസ് ചെയ്യുന്നതാണ് നമുക്ക് ബാക്ക് ബോഡീസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം അതിനാണ് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ ആകെ വരുന്ന വ്യത്യാസം നമ്മൾ കഴുത്തിന് മാത്രം മെഷർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കഴുത്തിന്, അതായത് ബാക്കിൽ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മളൊരു 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം എങ്ങനെയാണോ ഫ്രണ്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ബാക്കും ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു സെൻറ്റർ പോയിന്റ് എടുത്ത് 2 പാർട്ടീഷനാക്കി ഡിവൈഡ് ചെയ്തല്ലോ, അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസും ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ബോഡീസിൽ നമ്മൾ 2 പാർട്ടീഷൻ ചെയ്തിരുന്നല്ലോ, അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ് എടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈനിങ്ങിൽ നമ്മൾ ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് വെച്ചങ്ങ് പാറ്റേൺ പേപ്പർ വെച്ചങ്ങ് വരച്ചെടുത്താൽ മതി. നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ ഇതുള്ള 2 പാർട്ടീഷൻ ആക്കിയിരുന്നല്ലോ, അത് ഞാൻ കട്ട് ചെയ്താണ് നിങ്ങളെ കാണിച്ചത്. പക്ഷേ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട, ആ 2 പാർട്ടും കൂടെ ചേർത്ത് വെച്ച് ഒരുമിച്ചങ്ങ് വരച്ചെടുത്താൽ മതി. അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക കേട്ടോ. അത് കഴുത്തിന് 1/4 ഇഞ്ച്, ഷോൾഡറിനും സ്ലീവിനും 1/2 ഇഞ്ച്, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച്. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വരുമ്പോഴത്തേക്കും സിബ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ ട്രേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിച്ച് വെച്ച ടേപ്പ് മാറ്റി. അപ്പോൾ 2 പീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസും നമ്മൾ മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പീസ് നമ്മൾ എടുക്കുക. അത് ഒരു മെയിൻ ക്ലോത്ത് നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ട് വേണം അത് ട്രേസ് ചെയ്യാൻ. കാരണം ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ നടുക്ക് വരുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോത്ത് 2 മടക്കിയിട്ടിട്ട് ട്രേസ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പെല്ലാം കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഫോൾഡ് ചെയ്യുന്നത് ഇത് സെൻറ്റർ പാർട്ട് ആയതുകൊണ്ടാണ്. ഇനി ഇതിനെ 2 കണക്ട് ചെയ്ത് 2 സൈഡിലും ഫാബ്രിക് വരുന്നുണ്ട്. അതിനാണ് ഞാൻ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പാറ്റേൺ പേപ്പർ വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ആദ്യം പാറ്റേൺ പേപ്പർ വെച്ചത്
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്തിട്ട് വേണം അടുത്ത ഫാബ്രിക്കിൽ ആ പാറ്റേൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് പാറ്റേൺ പേപ്പർ വെച്ചത്. ഇനി ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചു, കണ്ടോ? ഇങ്ങനെ വേണം നമ്മൾ അടുത്ത ഫാബ്രിക്കിൽ ട്രേസ് ചെയ്യാനായിട്ട്. എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് വെച്ച് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഇതിൽ പ്രിൻറ്റിങ് വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നേരെ മറിച്ച് ഇതൊരു പ്ലെയിൻ തുണിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഫ്രണ്ട് ബോഡീസ് തന്നെ 3 പീസാക്കി കിട്ടി. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞ് നമുക്ക് 3 പാർട്ടായിട്ടായിരിക്കും ഇത് കിട്ടുന്നതെന്ന്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് ബോഡീസും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു സെൻറ്റർ പോയിന്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസിനും സെൻറ്റർ പോയിന്റ് ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗത്ത് ആ ഹെമ്മിങ്ങിൻ്റെ അവിടെ ഒരു 2.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ പാറ്റേൺ വെച്ച് നമ്മൾ മെയിൻ ക്ലോത്ത് ബാക്ക് ബോഡീസിനും ട്രേസ് ചെയ്യണം. അപ്പം അതിനായിട്ട് നടുക്ക് വരുന്ന ഭാഗത്തിന് നമ്മൾ 2ആയിട്ട് മടക്കും. അതിനപ്പുറം ഇപ്പുറം വരുന്നതിന് ക്ലോത്ത് 2ആയിട്ട് മടക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ 2 പാറ്റേൺസും നമ്മൾ മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് ട്രേസ് ചെയ്യുക കേട്ടോ. ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ പുറകിൽ സിബ് പിടിപ്പിക്കുന്നുണ്ട് തന്നെ ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ വരുമ്പം അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാലോ. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ വെച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടുത്ത സൈഡ് ട്രേസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ബാക്കും ഇതേപോലെ 3 പീസാക്കി കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഞാൻ സെൻറ്ററിലൂടെ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം സിബ് വരുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് അതിന് പുറത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഷോൾഡർ എല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ 2 പാർട്ടീഷനായിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫ്രിൽസ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫ്രിൽസ് അതിനിടയിൽ ചേർത്ത് വെച്ച് തയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രിൽസിന് ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാണ്. വീതി എന്ന് പറയുന്നത് ഞാനൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ റഫിൾ സ്ലീവ് ഒക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ 2 സൈഡിൽ ആ കേർവ് ചെയ്ത് വരുന്ന ഭാഗത്ത് നമ്മൾ 2 മടക്കിട്ടടിക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിട്ടടിച്ചതിന് ശേഷം ഞാൻ അതിന് പുറത്തൂടെ ഒരു കുഞ്ഞി ലേസ് വർക്കിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒന്നുകൂടെ ക്യൂട്ട് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ 1 ഇഞ്ച് നമ്മുടെ തുണിയുടെ അറ്റത്ത് നിന്ന് നീക്കി വെച്ചിട്ടാണ് ലേസ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റും നമ്മുടെ സ്കേർട്ടുമായിട്ട് അടിക്കുന്നതിൻ്റെ അവിടെ നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഭാഗമാണ്. അപ്പം അത് ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ലേസ് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ 2 ഭാഗത്തും ലേസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ത്രെഡ് വലിച്ച് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്രിൽസ് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മെയിൻ തുണിയുടെ താഴ്ഭാഗം ഹെമ്മിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് ബാക്കി വരുന്ന ആ ഒരു ലെങ്ത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന 14 ഇഞ്ച് എന്ന് പറയുന്നത്. ആ 14 ഇഞ്ചിനുള്ളിലായിരിക്കണം നമ്മുടെ ഈ ഫ്രിൽസും തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബോഡീസിൻ്റെയും ബാക്ക് ബോഡീസിൻ്റെയും നടുക്കത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നടുക്കത്തെ ഭാഗത്തിനെ കണക്ട് ചെയ്ത് 2 ഫാബ്രിക് 2 സൈഡിലും വരുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ 2ൻ്റെയും ഷോൾഡേഴ്സ് നമ്മൾ ആദ്യം ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോർഷനും നമ്മുടെ മെയിൻ ബോഡിയുടെ 2 വശത്തായിട്ട് വരും. കണ്ടോ, ആ ഫ്രിൽസ് വന്ന് തയ്ച്ചെടുത്ത പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ട് നമ്മൾ ഈ ഇപ്പം തയ്ച്ചെടുത്ത ഈ 2 ഫാബ്രിക്കും ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഒറ്റ ബോഡീസ് ആയിട്ട് കിട്ടും. അതായത് നമ്മുടെ മെയിൻ ബോഡി പാർട്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ.
ഇനി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഷോൾഡേഴ്സ് ആദ്യം അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിൻ തുണിയുടെ പുറത്തോട്ട് ഈ ലൈനിങ് തുണി വെച്ചിട്ട് സ്ലീവ്, അതായത് കൈഭാഗം ആദ്യം തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ ഭാഗം, ആ ഫ്രിൽസ് എല്ലാം നമ്മൾ ഉള്ളിലോട്ട് തിരികെ വെച്ച് പിൻ ചെയ്ത് കഴുത്ത് തയ്ച്ചെടുക്കുക. അതിനുശേഷം തുണി നമ്മൾ തിരിച്ചിടുക. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ പകുതി പരിപാടിയും കഴിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് സൈഡ് അടിക്കാനാണ്. സൈഡ് നിങ്ങൾക്ക് കെട്ട് വെച്ച് ചേർത്തടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലാണ്ട് കെട്ടിടാണ്ടേയും അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. കെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രോക്കിന് ബാക്കിൽ കെട്ട് കൊടുക്കുമല്ലോ, ആ കാര്യമാണ്. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 to 4 year old കിഡ്സിൻ്റെ സൈസ് ഷർട്ടിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതിൽ നമ്മുടെ ബോഡിയുടെ ലെങ്ത് 7 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 13 ഇഞ്ചാണ്. ഈ 13 ഇഞ്ചിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈക്വലി അല്ല, ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറും. അപ്പോൾ ആദ്യത്തെ ലെയറിന് ഞാൻ കൊടുക്കുന്ന ഹൈറ്റ് 9 ഇഞ്ചാണ്. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് നിങ്ങൾ 11 ഇഞ്ച് ഹൈറ്റിൽ കണ്ടത്. രണ്ടാമത്തെ ലെയറിന് ഞാൻ കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് നിങ്ങൾ 6 ഇഞ്ച് കണ്ടത്. പിന്നെ ലൈനിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ലെങ്ത് ആണ്. ആദ്യത്തെ ലെയറിന് നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനോടൊപ്പം 3 ഇരട്ടി കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്തെടുക്കുക. രണ്ടാമത്തെ ലെയറിന് ലെങ്ത് എന്ന് പറയുന്നത് ഒരു 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്ററോളം ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ലെയറിനെ കാട്ടിലും ഗ്യാദേഴ്സ് ആണ് രണ്ടാമത്തെ ലെയറിൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അത്രയും ലെങ്ത് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് തന്നെ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടിയായിരുന്നു എടുത്തത്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 66 ഇഞ്ചോളം വരുന്നുണ്ടായിരുന്നു. ഈ 66 ഇഞ്ചിന്റെ 3 ഇരട്ടി എടുത്താലേ നമുക്ക് രണ്ടാമത്തെ ലെയറിൽ അത്രയും ഗ്യാദേഴ്സിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു 4 മീറ്റർ അല്ലെ 5 മീറ്റർ ലെങ്ത്തിൽ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് മെയിൻ ക്ലോത്ത് ഗ്യാദേഴ്സ് ആക്കുക. അതേപോലെ തന്നെ ലൈനിങ്ങും നമ്മൾ പ്ലേറ്റ് ഇട്ടടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ലൈനിങ്ങിന്റെ ലെങ്ത് വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി, അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നതാണ്. അപ്പൊ രണ്ടിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ലെങ്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 24 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, മെയിൻ ക്ലോത്തിന്റെയും ലൈനിങ്ങിന്റെയും സൈഡ് അടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിന് താഴെയാണല്ലോ രണ്ടാമത്തെ ലെയർ പിടിപ്പിക്കുന്നത്. അതാണ് ഞാൻ ഇനി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിടിപ്പിക്കുമ്പം ഞാൻ പുറത്തൂടെയാണ് പിടിപ്പിക്കുന്നത് കേട്ടോ, അകത്തൂടെ അല്ല പിടിപ്പിക്കുന്നത്, പുറത്തൂടെയാണ്. അപ്പൊ ആ ഫ്രിൽസ് ഒക്കെ നമുക്ക് പുറത്തൂടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ലെയറിന് മുകളും താഴെയും ഒക്കെ 4 ഇഞ്ചിൽ മടക്കി അടിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ സ്കേർട്ട് ചുറ്റും നമ്മൾ അത്രയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഈ ഒരു ലെയർ പിടിപ്പിച്ചപ്പോൾ കണ്ടാവും നിങ്ങൾ 2 സൈഡും ഞാൻ ഇച്ചിരി വിട്ടിട്ടായിരുന്നു തയ്ച്ചെടുത്തത്. അതിനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഞാൻ തിരിച്ചിടും. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു അടി അങ്ങോട്ട് അടിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല വശത്തോട്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ ആ ഒരു ഗ്യാദേഴ്സിന്റെ അവിടെ ഇച്ചിരി ഒരു ഗ്യാപ്പ് കാണാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ കഴിയും, കണ്ടോ, ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ആ തയ്ച്ചെടുത്തതിന്റെ, അതായത് ഗ്യാദേഴ്സ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഹോള് പോലെ കാണാൻ കഴിയും. ഈ ഹോള് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചേർത്തടിച്ചാൽ മതി. ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ എപ്പോഴും നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബോഡി പാർട്ടും നമ്മുടെ സ്കേർട്ട് പാർട്ടും തമ്മിൽ വേസ്റ്റിന്റെ ആ ഭാഗം ചേർത്തടിക്കുക. അതിനുശേഷം തയ്യൽ തുമ്പ് കാണാണ്ടിരിക്കാനായിട്ട് നമ്മൾ തുണി നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് തിരിച്ചിടുക. അതിനുള്ളിലോട്ട് നമ്മൾ തയ്ച്ചു വെച്ച കോട്ടൺ ലൈനിങ്, അതായത് സ്കേർട്ടിന്റെ ലൈനിങ് വെച്ച് തയ്ക്കുക. അത് നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ.
ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 2 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.